2025 ഓഗസ്റ്റ് 15-ന് രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തത് ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള ഒരു വ്യക്തമായ ദിശാബോധം നൽകിക്കൊണ്ടാണ്. നവഭാരതം എന്ന പ്രമേയത്തിൽ ഊന്നി നടത്തിയ ഈ പ്രസംഗം ഇന്ത്യയുടെ ആഭ്യന്തര വികസനത്തിലും പ്രതിരോധ ശേഷിയിലും അന്താരാഷ്ട്ര നയതന്ത്രത്തിലും വന്ന മാറ്റങ്ങളെ അടിവരയിട്ടുറപ്പിച്ചു. പാകിസ്ഥാനുമായുള്ള ശക്തമായ മുന്നറിയിപ്പുകളും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളും ഈ പ്രസംഗത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കി. ഇത് അദ്ദേഹത്തിന്റെ തുടർച്ചയായ 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു. പ്രധാനമന്ത്രി മോദി രാജ്ഘട്ടിൽ ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ചെങ്കോട്ടയിലെത്തിയത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീര രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു. രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും ഇത് അഭിമാനത്തിന്റെ ഉത്സവമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നം സാക്ഷാത്കാരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്നും ഓർമ്മിപ്പിച്ചു. ഭരണഘടനയാണ് രാജ്യത്തിന്റെ വഴികാട്ടിയെന്നും ഭരണഘടനാ ശില്പികൾക്ക് ആദരം അർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം രാജ്യത്തിന്റെ അടിത്തറയായ ജനാധിപത്യ മൂല്യങ്ങളെയും ചരിത്രത്തെയും ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മോദി പറയുന്നത്. ഈ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പാകിസ്ഥാനെതിരെ നടത്തിയ ശക്തമായ പ്രസ്താവനകളായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ധീര ജവാന്മാർക്ക് മോദി സല്യൂട്ട് നൽകുകയും സൈന്യം ഭീകരർക്ക് ശക്തമായി മറുപടി നൽകിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി എന്ന് പറഞ്ഞതിലൂടെ സൈനിക നടപടികൾക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് പാക് ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങളെ സൂചിപ്പിക്കുന്നു. കൂടാതെ പാകിസ്ഥാന്റെ ആണവ ഭീഷണിയെക്കുറിച്ചും അദ്ദേഹം തുറന്നു സംസാരിച്ചു. ആണവായുധ ഭീഷണി മുഴുക്കി ഇന്ത്യയെ വിരട്ടേണ്ട, ആ ബ്ലാക്ക് മെയിലിംഗ് നടപ്പാവില്ല എന്ന് പറഞ്ഞതിലൂടെ പാകിസ്ഥാന്റെ ഭീഷണികൾക്ക് വഴങ്ങാത്തൊരു പുതിയ ഇന്ത്യയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇത് ഇന്ത്യൻ പ്രതിരോധ നയത്തിൽ വന്ന വലിയ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. സിന്ധു നദീജല കരാർ സംബന്ധിച്ച മോദിയുടെ പരാമർശം നിർണായകമായിരുന്നു. രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്കുള്ള നദീജലം തടയുമെന്നതിന്റെ സൂചനയും അദ്ദേഹം നൽകി. ഇന്ത്യയിലെ ജലത്തിന്റെ അധികാരം ഇവിടുത്തെ കർഷകർക്കാണെന്നും അതിനാൽ നദീജലം പാകിസ്ഥാനിലേക്ക് ഒഴുകിപ്പോകുന്നത് തുടരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രസ്താവന പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കുമെങ്കിലും ഇന്ത്യ തന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും സൂചിപ്പിക്കുന്നു. നവഭാരതം എന്ന പ്രമേയത്തിന് കീഴിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്ക് വലിയ ഊന്നൽ നൽകിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. വികസിത ഭാരതത്തിന്റെ ആധാരം സ്വയം പര്യാപ്ത ഭാരതമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. വിവിധ മേഖലകളിലെ ഇന്ത്യയുടെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ആശയം കൂടുതൽ ശക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയുടെ നേർക്കാഴ്ചയാണെന്നും മോദി പറഞ്ഞു. നമ്മുടെ ആയുധബലം ശത്രുവിനെ അമ്പരപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിരോധ സാമഗ്രികൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇന്ത്യയുടെ ആണവോർജ്ജ ശേഷി 10 ഇരട്ടിയായി വർദ്ധിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതിയെക്കുറിച്ചും അദ്ദേഹം അഭിമാനത്തോടെ സംസാരിച്ചു. ബഹിരാകാശ മേഖലയിലും ഇന്ത്യ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചന്ദ്രയാൻ, ഗഗൻയാൻ പോലുള്ള ദൗത്യങ്ങൾ ഇന്ത്യയുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളാണ്. ഈ മേഖലയിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതായും അദ്ദേഹം അറിയിച്ചു. സാങ്കേതിക രംഗത്ത് രാജ്യം കൈവരിച്ച നിർണായക നേട്ടങ്ങൾ ഈ ചെങ്കോട്ടയുടെ സാക്ഷിയാണെന്നും മോദി പറഞ്ഞു. ഇത് ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പദ്ധതികളിലൂടെ ഇന്ത്യ നേടിയ വളർച്ചയെ സൂചിപ്പിക്കുന്നു. ഈ നേട്ടങ്ങൾ ഇന്ത്യയെ ഒരു വികസിത രാജ്യമായി മാറ്റാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വയം പര്യാപ്തതയിലൂടെ മാത്രമേ ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കൂ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർച്ചയായ 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു ഇത്. 2014 മുതൽ ഓരോ വർഷവും അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കഴിഞ്ഞ വർഷം വരെ 93,000 വാക്കുകളാണ് മോദി പ്രസംഗങ്ങളിൽ ഉപയോഗിച്ചത്. ഈ വർഷം ഇത് 1 ലക്ഷം കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 5000-ഓളം അതിഥികളാണ് ചെങ്കോട്ടയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്തതും. ഇത് ചടങ്ങിന് വലിയ പ്രാധാന്യവും നൽകി. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്.